എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷേ റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. എന്തായാലും ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും, എത്ര വർഷം കഴിഞ്ഞ് കണ്ടാലും ഇത് നിങ്ങൾക്ക് ബാധകമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്ത ഫയലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി ആര് വിചാരിച്ചാലും ഒന്നും സംഭവിക്കില്ല. ആർക്കും തടയാനും കഴിയില്ല. അവർ ഉടനെ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയാൻ ഓടി വരും. നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് അനാവശ്യമായി ചിലർ ഇടപെട്ടിട്ടുണ്ട്. അനാവശ്യമായി ഇടപെട്ടവർ വാക്കും പ്രവൃത്തികളും കൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അക്ഷരാർത്ഥത്തിൽ പൊറുതിമുട്ടിക്കുകയാണ് ചെയ്തത്. എല്ലാത്തിലും അവരിടപെടും. എല്ലാ പ്രശ്നങ്ങളിലും അവരിടപെടുകയും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അടുപ്പിക്കാനാണെന്ന വ്യാജേനെ, അടുപ്പിക്കാനാണെന്ന ചിന്തയോടെ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും രണ്ടാക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നു. അവരുടെ ശ്രമങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റുന്നതിനുള്ള എല്ലാ പണികളും നോക്കിയിട്ടുണ്ട്. അവരുടെ പണികൾ, അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനത്തെ കെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ അകറ്റുന്നതിനത് കാരണമായി. നിങ്ങളറിയാതെ തന്നെ നിങ്ങളിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഊതിപ്പെരുപ്പിച്ച് അത് പലതരത്തിൽ നിങ്ങൾക്ക് എതിരാക്കി മാറ്റി. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് ബോധ്യം വന്നിരിക്കുന്നു കൂടുതലായിട്ട്. നിങ്ങളിത് നേരത്തെ കണ്ടെത്തിയിരുന്നു. ചില ആളുകൾ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഹൃദയത്തിൽ, ഇടത്തിൽ കയറിപ്പറ്റിക്കൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞിരുന്നു ചില ആളുകളുടെ ഇടപെടലുകൾ. പക്ഷെ ആ വ്യക്തിയെ പോലും അവർ സ്വാധീനിച്ചു. നിങ്ങൾ തിരുത്താൻ വേണ്ടി ആ വ്യക്തിക്ക് നൽകിയ മുൻകരുതലുകളെ പോലും ആ വ്യക്തിയിൽ നിന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലാതെ അറിഞ്ഞുകൊണ്ട് അവർ കൂടുതൽ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആ ശ്രമങ്ങൾ അവർ നടത്തി. ആ ശ്രമങ്ങൾ അവർ നിരന്തരമായി നടത്താൻ ശ്രമിച്ചു. അങ്ങനെ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പോലും അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് ആ വ്യക്തിയോട് പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയോട് മനസ്സിലാക്കിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇത് കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെന്ന്, കാര്യങ്ങൾ ഇപ്രകാരമാണ് പോകുന്നതെന്ന്. അത്രത്തോളം നിങ്ങളിലും നിങ്ങളുടെ വ്യക്തിയിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ നിങ്ങളൊന്നും പറയാതെ അവസാനം നിങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി. എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതുപോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടായി. അവസാനം നിങ്ങൾ മൗനം ഭജിച്ചു. ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു പ്രശ്നമാണ്. ചില ആളുകൾ അവരുടെ ലക്ഷ്യം സത്യമൊന്നും ആയിരുന്നില്ല. അവരുടെ ലക്ഷ്യം നിങ്ങളുടെ ഉന്നമനമായിരുന്നില്ല. അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിപ്പിച്ചു, നിങ്ങളെ മിണ്ടാതെയാക്കി. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല കടന്നു പോകുന്നത്. ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ചിലരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചിലരുണ്ടാക്കിയ പ്രശ്നമാണ് തകർച്ചയ്ക്ക് ആയത്. ഇപ്പോൾ നിങ്ങളെ അവിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി. നിങ്ങളുടെ വ്യക്തി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു നിങ്ങളുടെ അടുത്തേക്ക്. ഇനി ആർക്കും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെ അകറ്റാൻ സാധിക്കില്ല. നിങ്ങളുടെ വ്യക്തി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തെറ്റ് പറ്റി എന്നുള്ള ചിന്തയിൽ, ഇനി തിരുത്താൻ വൈകിക്കൂടാ എന്നുള്ള ചിന്തയിൽ നിങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ആ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വ്യക്തി നടന്ന് അകന്ന് പോയതാണ്. ഇപ്പോൾ ഓടി അടുക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം, സ്നേഹം, ആകർഷണം, അണ്ടർസ്റ്റാൻഡിങ് അത് വളരെ വലുതായിരുന്നു. ഇടയ്ക്ക് വെച്ച് ചിലർ വന്ന് അതിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴുണ്ട് അവരുണ്ടാക്കിയ പ്രതിസന്ധി. അവരെ നിങ്ങളായിട്ട് ആനയിച്ചതാണ്. നിങ്ങൾക്ക് അവരോട് സഹതാപം തോന്നി. അവരങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടവരല്ല. ഞാനും എൻ്റെ വ്യക്തിയും തമ്മിലുള്ള സൗഹൃദത്തിൽ, ഞാനും എൻ്റെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ അവർക്ക് അവരുടേതായ ചില സ്ഥാനങ്ങൾ നിങ്ങൾ നൽകി. അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് നിങ്ങൾക്ക് തോന്നി. കാരണം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാനാണ്
നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് നൽകിയ സ്ഥാനവും അവസരവും സ്വാതന്ത്ര്യവും അവർ ഉപയോഗിച്ചത് അത് നിങ്ങൾക്ക് മുമ്പിൽ വ്യക്തമായി. അവസാനം നിങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം ആ കൃത്യമായ കാര്യത്തെ മനസ്സിലാക്കുന്നു. ഒരിക്കലും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഇനി അവർക്ക് ദ്രോഹിക്കാൻ കഴിയില്ല. ഇനി അവർക്ക് അതും പറഞ്ഞ് നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങളിൽ നിന്ന് മൂല്യങ്ങൾ തട്ടിയെടുക്കാനോ സാധിക്കില്ല. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടായിരുന്നു. ചില ആളുകൾ പറഞ്ഞുണ്ടാക്കിയ രീതിയിൽ, ചിലർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെ അകറ്റാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു, നിങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതമാക്കിയ ആ വ്യക്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ വ്യക്തിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ആ വ്യക്തിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ നൽകിയ സ്നേഹവും പ്രചോദനവും ആ വ്യക്തിക്ക് എന്നും പ്രചോദനമായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഈ ആത്മാർത്ഥമായ സ്നേഹവും അതുവഴി ആ വ്യക്തിക്കുള്ള മുന്നേറ്റങ്ങളും നിങ്ങൾക്കുള്ള മുന്നേറ്റങ്ങളും കണ്ട ചില ആളുകൾ നിങ്ങളെ അകറ്റാനാണ് ശ്രമിച്ചത്. ജീവിതയാത്രയിൽ നിങ്ങൾ മുന്നേറുന്ന ആ അവസരത്തെ നശിപ്പിക്കണമെന്നാണ് അവരാഗ്രഹിച്ചത്, തകർക്കണമെന്നാണ് അവരാഗ്രഹിച്ചത്. നിങ്ങളൊരിക്കലും ചിരിക്കരുത്, സന്തോഷിക്കരുതെന്ന് അവരാഗ്രഹിച്ചത്. പക്ഷേ പെട്ടെന്ന് അത്തരം കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആത്മാർത്ഥതയുള്ള ചില ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇന്ന ആൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കണമേ. ചതിക്കുഴികളിലും പ്രതിസന്ധികളിലൊക്കെ പെടാൻ സാധ്യതയുണ്ട്, പക്ഷേ സഹായിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരൊക്കെയോ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയൊരു ഊർജം, അതിൽ നിന്ന് കിട്ടിയൊരു ഐശ്വര്യത്തിൽ ആത്മീയമായി നിങ്ങൾക്ക് ബലം ലഭിച്ചു. ആത്മീയമായിട്ട് നിങ്ങൾക്ക് ഒരു അറിവ് ലഭിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് സത്യമെന്ന്, ആരെയാണ് വിശ്വസിക്കാൻ കഴിയുന്നതെന്ന്. ഇനി ഒരിക്കലും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകറ്റാനായിട്ട് ശ്രമിച്ച, അടുത്ത് നിന്നുകൊണ്ട് നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചവരുടെ വാക്ക് നിങ്ങൾ വിശ്വസിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. പോസിറ്റീവ് എനർജി നിങ്ങൾക്കെല്ലാം കാണിച്ചു തരുന്നുണ്ട്, സത്യം ഏതാണ്, തിന്മ ഏതാണെന്നൊക്കെ. അതിന് കിട്ടിയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ആ വ്യക്തി ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ ഒരാൾക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. ഒരുപാട് പേര് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അവരുടെ ഉദ്ദേശം രണ്ടുപേരും നശിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. പക്ഷേ ഇനി അവർ ഓടി വരും, നിങ്ങളെ സ്നേഹിക്കുന്നവർ. നിങ്ങളും അവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.